കോതമംഗലം ഊന്നുകല്ലിൽ സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി മാന്നാങ്കണ്ടം പാലക്കാട്ടിൽ രാജേഷാണ് പിടിയിലായത്. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന രാജേഷ് സംഭവശേഷം ഒളിവിലായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രാത്രി 9 മണിയോടെ ഊന്നുകൽ സ്റ്റേഷനിലെത്തിച്ച രാജേഷിനെ പോലീസ് ചോദ്യം ചെയ്തു. രാജാക്കാട് കള്ളിമാലി സ്വദേശിനി വേങ്ങൂർ ഹരിതനഗറിൽ താമസിക്കുന്ന കുന്നത്തുതാഴത്ത് പരേതനായ ബേബിയുടെ ഭാര്യ ശാന്തയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ രാജേഷ് എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. അടിമാലി സ്വദേശിയായ ഒരാൾ പ്രതിയെ എറണാകുളത്ത് കണ്ടതായി പോലീസിനെ അറിയിച്ചിരുന്നു. ഊന്നുകൽ മൃഗാശുപത്രിപ്പടിക്ക് സമീപം അടച്ചിട്ട ഹോട്ടലിന് പിന്നിലെ ആൾത്താമസമില്ലാത്ത വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നാണ് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടുത്തെ മാലിന്യ സംഭരണിയോട് ചേർന്നുള്ള മാൻഹോളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. 18-നാണ് ശാന്ത കൊല്ലപ്പെട്ടതെന്നാണ് നിഗമനം. ഇവരുടെ ആഭരണങ്ങളിൽ കമ്മലും അരഞ്ഞാണവും ഒഴിച്ചുള്ള 12 പവൻ നഷ്ടപ്പെട്ടിരുന്നു. കുറുപ്പമ്പടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹം കണ്ട വീടും സമീപത്തെ ഹോട്ടലും. മുൻപ് ഈ ഹോട്ടലിലെ പാചകക്കാരനായിരുന്ന രാജേഷിന് സ്ഥലം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു. 18-നാണ് ശാന്തയെ കാണാതായത്. 20-ന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പമ്പടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 23-നാണ് മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. രാജേഷിനൊപ്പം ശാന്ത പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കോതമംഗലത്തെ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന രാജേഷ് പോലീസ് എത്തും മുമ്പ് അവിടെ നിന്നും മുങ്ങി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ശാന്ത ധരിച്ചിരുന്ന ചുരിദാറും കണ്ടെത്തിയിട്ടില്ല. ശാന്തയുടെ നഷ്ടപ്പെട്ട 12 പവന്റെ സ്വർണത്തിൽ 9 പവൻ അടിമാലിയിൽ ഇതര സംസ്ഥാന ആഭരണപ്പണിക്കാർക്ക് വിറ്റ 4 ലക്ഷത്തോളം രൂപയും 3 പവന്റെ മാലയും രാജേഷ് വാങ്ങിയിരുന്നു. 50,000 രൂപ വായ്പ വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കുകയും കുറച്ചു തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തതായും കണ്ടെത്തി. രാജാക്കാട്ടെ സ്ഥലം വിറ്റ വകയിൽ ശാന്തയ്ക്ക് 10 ലക്ഷം രൂപ ലഭിച്ചിരുന്നു. ഇതിൽ 4 ലക്ഷം രൂപ രാജേഷിന് വായ്പ നൽകിയതായും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.